ഇപ്പോൾ ഏറെ സുലഭമായ ഒരു പഴമാണ് പാഷൻ ഫ്രൂട്ട്. മിക്ക വീടുകളിലും ഈ പഴം ധാരാളമായിട്ടുണ്ട്. എന്നാൽ ഇത് എത്രമാത്രം ആരോഗ്യകരമാണ് എന്ന കാര്യം പലർക്കും അറിയില്ല. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ പാഷൻ ഫ്രൂട്ട് ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ കേമനാണ് എന്നത് ഉറപ്പിച്ചു പറയാം. പാഷൻ ഫ്രൂട്ടിൽ ജീവകം എ ആണ് അടങ്ങിയിട്ടുള്ളത്. ഇത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും കണ്ണുകളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താനും നല്ലതാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു പഴമാണിത്. ഇത് കഴിച്ചാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടില്ല. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്ക് ഈ പഴം മികച്ചതാണ്. പാഷൻ ഫ്രൂട്ടിന്റെ കുരുവിലടങ്ങിയ ഒരു സംയുക്തം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തും. ഇത് പ്രമേഹം ഉൾപ്പെടെ നിരവധി രോഗങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കും. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ പാഷൻ ഫ്രൂട്ട് പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തും. ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന ആന്റി ഓക്സിഡന്റ് കൂടിയാണ് വൈറ്റമിൻ സി. ഹൃദയത്തിന് ആരോഗ്യമേകുന്ന പൊട്ടാസ്യം പാഷൻ ഫ്രൂട്ടിൽ ധാരാളമായിട്ടുണ്ട്. ഒപ്പം സോഡിയം വളരെ കുറവുമാണ്. കുരുവിനോടൊപ്പമാണ് പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ നല്ലത്. ധാരാളം നാരുകൾ അടങ്ങിയ ഈ പഴം രക്തക്കുഴലുകളിൽ നിന്ന് അധികമുള്ള കൊളസ്ട്രോളിനെ നീക്കാൻ സഹായിക്കും. നാരുകൾ ധാരാളം അടങ്ങിയതിനാൽ ഈ പഴം ഹൃദ്രോഗം വരാതെ തടയും. രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കാനും പാഷൻ ഫ്രൂട്ട് സഹായിക്കും. സോഡിയം കുറവും പൊട്ടാസ്യം കൂടുതലും അടങ്ങിയതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ നല്ലതാണ്. പാഷൻ ഫ്രൂട്ടിലെ മഗ്നീഷ്യം സ്ട്രെസ് കുറയ്ക്കാനും ഉത്കണ്ഠ അകറ്റാനും സഹായിക്കും. പാഷൻ ഫ്രൂട്ട് പൾപ്പ് അരിച്ച് ജ്യൂസ് എടുത്ത് പഞ്ചസാരയും വെള്ളവും ചേർത്ത് കുടിക്കാം. പൾപ്പാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ പഞ്ചസാര ചേർത്ത് കുരു നീക്കാതെ തന്നെ കഴിക്കാം. കൂടാതെ പാഷൻ ഫ്രൂട്ട് കൊണ്ട് സ്ക്വാഷ്, ജാം, ഡെസേർട്ടുകൾ തുടങ്ങിയ നിരവധി വിഭവങ്ങളും ഉണ്ടാക്കാം. മിക്ക ആളുകൾക്കും ഈ പഴം സുരക്ഷിതമാണ്. എന്നാൽ ചിലരിൽ ഇത് അലർജി ഉണ്ടാക്കും. ലാക്ടോസ് അലർജി ഉള്ളവർക്ക് ചിലപ്പോൾ പാഷൻ ഫ്രൂട്ട് അലർജിക്ക് കാരണമാകാം. കാരണം പാലിലടങ്ങിയ ചില പ്രോട്ടീനുകൾ പാഷൻ ഫ്രൂട്ടിലുമുണ്ട്. അതുകൊണ്ട് തന്നെ പാൽ അലർജി ഉള്ളവർ പാഷൻ ഫ്രൂട്ട് കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ചാൽ നല്ലതാണ്.